എല്ലാവർക്കും യേശുവിനെ നമ്മളൊരു വചനമാണ് കേൾക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 4:10 പറയുന്നത്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഈ പൗലോസ്ലീഹ ഇങ്ങനെ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും അല്ലേ? ഈശോ സഹിച്ചതുപോലെ നമുക്ക് അങ്ങനെ സഹിച്ച് ഈശോയെ അങ്ങനെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം വരിക്കാൻ നമുക്കിപ്പോൾ പറ്റിയില്ല എന്നിരിക്കട്ടെ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ്, ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈശോയുടെ ആ ഒരു മരണത്തെ നമ്മൾ എങ്ങനെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറച്ച് ചിന്തകൾ ഇങ്ങനെ പറയുവാണ്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ചുമ്മാ നമ്മളെ കുഞ്ഞി സഹനം, ഇപ്പം ഈശോ ഇപ്പം ചവിട്ടിയാർ അടിയേറ്റ് ഈശോ അത്രയും സഹിച്ചു. പക്ഷെ ഞാനെങ്ങനെയാണ് ഈശോയുടെ മരണം അങ്ങനെ സംഭവിക്കുന്നത്? എനിക്കിപ്പോൾ ചാട്ടവാറ അടി ഏൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലേ. അപ്പം നമ്മുടെ ദിനചര്യകളിൽ കുഞ്ഞു കാര്യങ്ങളിലെ സഹനങ്ങളിൽ ഈശോയുടെ ആ സഹനവുമായിട്ട് ചേർക്കുമ്പം, എൻ്റെ സഹനം ഈശോയുടെ സഹനമായിട്ട് ചേർക്കുമ്പം അത് ആത്മാവെ രക്ഷിക്കുന്നതാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഈശോ ഇങ്ങനെ ഫൗസ്റ്റീനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. 324 ഇങ്ങനെ പറയുന്നത്, എൻ്റെ കുരിശിലെ സഹനത്തോട് ഐക്യപ്പെടുത്തിയ സഹനത്തിന് മാത്രമേ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈശോയുടെ സഹനത്തോട് ഐക്യപ്പെടുത്താൻ പറ്റുന്നത്? നമ്മുടെ സഹനങ്ങൾ, അപ്പം നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ എന്താ? നമുക്ക് ചുമ്മാ ഇപ്പം കൊണ്ടാകുന്ന കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, ചുമ്മാ എവിടേക്കും പോയി അവിചാരിതമായൊക്കെ ഇങ്ങനെ കാലടിക്കുന്നു, അപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഓർക്കാലോ, ഞാൻ ഈ സമയത്ത് എൻ്റെ കാലടിക്കുന്നു, എനിക്ക് വേദന എടുക്കുന്നുണ്ട്. അപ്പം പക്ഷേ ഈശോ മരിക്കുന്ന സമയത്ത് ഈശോയെ അടിച്ചു അല്ലേ? അപ്പോൾ കാലിട്ടടിച്ചു, കൈയിട്ടടിച്ചു. അപ്പോൾ ഈശോ ഇതിനും വലിയ ഞാൻ ഈ കുഞ്ഞിനെ വേദന അനുഭവിക്കുന്നതിനേക്കാളും വലിയ വേദന ഈശോ അനുഭവിച്ചു. അപ്പോൾ എൻ്റെ ഈ സഹനം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ ഈ കുഞ്ഞു വേദന, എനിക്ക് കാൽവേദന എടുത്ത് ഈശോയെ, എൻ്റെ ഈ കാൽവേദനയെ ഞാൻ അങ്ങയുടെ കാൽവേദനയോട് ചേർക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണേ. ഇത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. ഈശോയ്ക്ക് ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം നമുക്ക് ചുമ്മാ തലവേദന എടുക്കുവാണെങ്കിൽ, ഇങ്ങനെ തലവേദന എടുക്കുവാണ് അയ്യാന്ന് പറഞ്ഞ് ഇരിക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈശോ നമുക്ക് വേണ്ടി കുരിശി മരിച്ച് ഈ തലയിൽ മുൾമുടി ഏറ്റല്ലോ. അപ്പം ഈശോ ഇതിനേക്കാളും വലിയ, എൻ്റെ ഈ കുഞ്ഞു തലവേദനയേക്കാളും വലിയ വേദന ഈശോ സഹിച്ചു. അപ്പം ഞാൻ ആ സമയത്ത് ചിന്തിക്കണം, ഈശോയെ, എനിക്ക് ഈ തലവേദന ഇത് ഞാൻ നിൻ്റെ വേദനയോട് സമർപ്പിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണേ. ഈശോയ്ക്ക് അത് ഭയങ്കര ആശ്വാസം നൽകുന്ന പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു കാര്യങ്ങളിൽ ഇപ്പം വെയിറ്റ് എടുക്കുമ്പം ഞാൻ ഈശോയുടെ കുരിശ് ചുമന്നത് ഓർക്കാലോ. അപ്പം അത് ആത്മാക്കളെ രക്ഷിക്കാമല്ലോ. അങ്ങനെ നമുക്ക് ആത്മാക്കളെ രക്ഷിച്ച് ഈശോയെ ആശ്വസിപ്പിക്കാം.